ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. പറയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാധനത്തിനെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഈന്തിരിക്കും. ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത്. എന്റെ കല്യാണിക്കുട്ടി, നന്ദി. ഫോർമാലിറ്റി ആണോ? അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. എനിക്ക് ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്ത് വെച്ചേ എന്റെ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്ത് വെച്ചേ എന്റെ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ. തെക്കൻ പുകല നന്നായി ഞാൻ വെട്ടിയരിഞ്ഞു വെച്ചേ. ഇനി നീ എന്റെ അരികിൽ വരും. കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ നീ മൃദുമേനി എന്തു പകരം തരും? നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നൂറൊന്നു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ. തെക്കേ തോടിക്കരയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നലിഞ്ഞേ. കരികിൽ വന്നെന്നെ എതിരേറ്റു നീ. തുളുനാടൻ പൂമ്പട്ട് വിരിച്ചു വച്ചു മണിമാരൻ ഈ രാവിൽ എന്തു പകരം തരും? നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തളിർ ചുണ്ടത്ത് മുത്തം തരും. ഒരു കൃഷ്ണ തുളസി പൂനുള്ളി മുടിത്തുമ്പിൽ ചാർത്തി തരും. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ച് വെറ്റില താമ്പാളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ച് എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. അക്ഷയ്, എന്തോ ദേവിക, ചേച്ചി. ലവ്ലി പെർഫോമൻസ്. ഭയങ്കര ക്യൂട്ടായിരുന്നു. റിഹേഴ്സലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പാട്ടിന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് നന്നായിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് പോയില്ലേ? പോയി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി, അക്ഷയ്, ചേച്ചി, ദേവിക ചേച്ചി, ഫാന്റാസ്റ്റിക്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം സെലക്ഷൻ സൂപ്പർബായിട്ടുണ്ട്.
താങ്ക് യു ചേച്ചി. ഈ ദേവിക നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണോ? അതെ. നല്ല എന്താണ് ആ ബോ ഒക്കെ ഇല്ലേ, കാണട്ടെ ഇത് ഭംഗിയാത്. ഹായ് അല്ല ആ തലയിലിരിക്കുന്ന എന്താണ്? ബോ ബോ. ഓ, ഞാൻ വാഴയില ഉണങ്ങിയിരിക്കാന്ന് വിചാരിച്ചത്. ഓ നോ. അല്ല എനിക്ക് സത്യമായിട്ട് തോന്നിയതാ. വാഴയില ഇങ്ങനെയാണോ ഇരിക്കുക തലയില്? ആ ഇങ്ങനെ ഇരിക്കാന്ന് പോയി നിന്നു നോക്ക് വാഴത്തോട്ടത്തിൽ. സുന്ദരിയുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു ചേച്ചി. അതേപോലെ അക്ഷയ് നല്ല ടീഷർട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. താങ്ക് യു ചേച്ചി. പിന്നെ തുടക്കം മുതൽ നിങ്ങളുടെ ആ സ്റ്റെപ്സും അതിനെ പറ്റി പറയാൻ മതി, ഗംഭീരായിരുന്നു. അതെ. കാരണം ആദ്യം ആ നടന്നു വന്ന ലാലേട്ടനെ പോലെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ട് സ്റ്റൈലായിരുന്നു, ഗ്രേസ്ഫുൾ ആയിരുന്നു താങ്ക് യു കാണാൻ. ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു ചമ്മല് ഒളിഞ്ഞിരിക്കുന്ന മാതിരി എനിക്ക് തോന്നി. സത്യല്ലേ? ചെറുതായിട്ട്. ആ ഇങ്ങനെ അത് ചെയ്യുമ്പോ ചെയ്യാനൊക്കെ പറ്റും, അഭിനയിക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഒരു ചമ്മൽ, എന്താ ആൾക്കാർ വിചാരിക്കാന്നുള്ളൊരു സാധനം. എന്താ അറിയില്ല, ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ആ അതെന്ത് ഒരു ആവശ്യമില്ലായിരുന്നു. അതന്നെ. സൂപ്പർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, സ്റ്റൈലായിരുന്നു പെർഫോമൻസ്. ഈ ഒരു ചമ്മല് മാറ്റിയായിരുന്നെങ്കിൽ ഇതില് കിടിലം ആക്കാമായിരുന്നു. പിന്നെ പാട്ട് ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു ചേച്ചി. ഇത് നമ്മുടെ MG സാർ ഇവിടെ വേണമായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഈ പാട്ട് എത്രയോ വേദികളിൽ പാടിയിട്ടുണ്ട്. ആ ഒരു എനിക്ക് 18 വയസ്സുള്ള സമയം മുതൽ ഞാൻ ഒരുപാട് വേദിയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ആ ഓർമ്മകളിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ പോയി ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. മനോഹരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല സെലക്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. മൂവി ചിത്രം, ഓക്കെ. മ്യൂസിക് കണ്ണൂർ രാജൻ ആ ഇനി അടുത്ത ആള് പാടിയത് MG ശ്രീകുമാർ സാറും സുജാത മാമും കൂടി. നമ്മുടെ സ്വന്തം കണ്ണൂർ രാജൻ മാഷിന്റെ ഒരു സൂപ്പർ സൂപ്പർ ഹിറ്റ് പാട്ട്. സീത ചേച്ചി ഐ ലവ് യു. എനിക്ക് മാഷോട് പറയാൻ പറ്റില്ല, ചേച്ചിയോട് പറയാം. ചേച്ചിയോടാണ്. ചേച്ചിക്ക് വീണ്ടും വീണ്ടും 1000 ഉമ്മ. അതെ. പിന്നെ ഈ പാട്ടിനകത്ത് നല്ല എക്സ്പ്രഷൻസ്, ചിരി ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് പാടി തന്നെ പറയാം. എന്നാലും എനിക്ക് തോന്നിയത് ഈ ഒരു ചമ്മൽ എന്ന് പറയുന്ന സാധനം ആക്ഷൻസിൽ മാത്രമല്ല, അത് ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് സിംഗിങ്ങിനകത്തും ഒരു ചെറിയൊരു ചമ്മൽ ഉണ്ട്. അതൊന്ന് വിടണം. അത് കുറച്ചുകൂടി ഒരു ഓപ്പൺനെസ്, ആ പാട്ടിന്റെ വിഷ്വൽസും സീൻസും ഒക്കെ കണ്ടിട്ടില്ലേ, കുറച്ചുകൂടി ഒന്നൊരു ഓപ്പൺനെസ് വരാം. അതൊരു തുറസ് വരുമ്പോഴാണ് ശരിക്കും അതൊക്കെ കോറസ് ആസാദ്യായിരുന്നു. സിംപ്ലി സൂപ്പർ, എല്ലാവരും പൊളിച്ചടക്കി. അതേപോലെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര കലക്കി, എല്ലാം കൊണ്ടും ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം കൂടി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഓപ്പൺനെസ് കുറച്ചുകൂടി ഒരു റിച്ച് ആയേനെ. നിങ്ങളുടെ വോയിസിന്റെ ആ ഒരു പ്രസൻസ് ആണ് ശരിക്കും ഈ പാട്ടിന് പിടിച്ചു നിർത്തേണ്ടത്. അത് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ലൗഡ് ആവാമായിരുന്നു. ലൗഡ് എന്ന് വെച്ചാൽ ബഹളമല്ല, ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഓപ്പൺനെസ് വരാമായിരുന്നു. അതർവൈസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ശരത് സാർ. അക്ഷയ് സാർ, നല്ല സുഖമുള്ള ഒരു പാട്ട്. പിന്നെ ഈ പാട്ടിനോട് എനിക്ക് പ്രത്യേകിച്ചുള്ള സ്നേഹം പറയേണ്ട കാര്യമല്ല കേട്ടോ. എന്താണ് നിങ്ങൾക്ക് എന്താണ് സുഖമില്ലാത്തൊരു ചിരി? ഏയ് അല്ല പറ, എന്താണ് സ്നേഹം? സാറിന്റെ അമ്മയച്ചൻ കമ്പോസ് ചെയ്ത പാട്ട്. അതെ, കുടുംബ പാട്ടാണിത്. ഫാമിലി സോങ്. ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും ഈ പാട്ടാ സാധാരണ പാടാറ്. പാടിയാലും ഹിറ്റാവും. അങ്ങനെ അത് ഈ ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ട് സാർ. ഉറപ്പാണോ? കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടി കണ്ടതാണോ? കണ്ടിട്ടുണ്ട്. ഉറപ്പാണോ? എന്താണ് കഥ? എന്താണ് അതിന്റെ ഒരു രത്ന ചുരുക്കം? എന്താണ് അത്? ചുമ്മാ പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാവും. എനിക്ക് ഇവൻ കണ്ടിട്ടുണ്ട്, എനിക്കത് ഫീൽ ചെയ്തു. കള്ളത്തരമാണ് പറഞ്ഞത്. അതെ, പടം കണ്ടിട്ടുണ്ട്. ആ ഇതെങ്ങനെ പറയും? പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ പറഞ്ഞാ മതി. പറഞ്ഞോ വല്ല ആവശ്യമുണ്ട് അത് കള്ളത്തരം പറയാൻ പോയിട്ട്? ഇല്ല, നമുക്ക് നിങ്ങളുടെ വൈബ് നമുക്ക് ഇവിടെ കിട്ടും. കള്ളം പറയും പെട്ടെന്ന് മനസ്സിലാവും. കുഴപ്പമില്ല. ഈ ഒരു വട്ടം കള്ളം ഞങ്ങൾ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെ പറയൂ, എന്താണ് അതിന്റെ ഒരു എന്താണ് അത്? വളരെ ചുരുക്കി പറയാനാണെങ്കിൽ എന്താണ്? ആരാണ് അഭിനയിച്ചത്? ലാലേട്ടൻ. ആണോ? അത് ഉറപ്പാ. നായികയുടെ പേര്? നായിക ഖുഷ്ബു, റോജ, ദേവയാനി, സിമ്രാൻ, സുഹാസിനി, രേവതി, രഞ്ജിനി. മഞ്ജു ഭാർഗവി. രഞ്ജിനിയല്ല, ഒന്നും കാണാതെ ഇവിടെ വന്നിരുന്നിട്ട് രഞ്ജിനി പറഞ്ഞില്ലേ? രഞ്ജിനി ഞാൻ പറഞ്ഞില്ലേടി? പറഞ്ഞില്ലേ? അവൻ നന്നായിട്ട് പാടി. രണ്ടുപേരും എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഈ അല്ലല്ല ഒന്ന് പാടാമോ തുടക്കത്തിൽ? ആ ലാ, ലാ, ലാ,
ധാരാ ധീരേ. ലാ 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 ലാ. ആ കാര്യം അത് കോമ്പസിറ്റിൻ്റെ അഴക് പോകും, അല്ലെങ്കിൽ അല്ലാണ്ട് വലിച്ചിപ്പുറത്ത് കൊണ്ട് വെച്ചാൽ കേട്ടോ. പിന്നെ ഇതിനെ പിടിച്ച് ചുറ്റി കറക്കി, ആ ചെക്കനാണെങ്കിൽ സ്റ്റാമിനയും ഇല്ല, അവന് ഒരു 2 ചുറ്റി വിട്ടിട്ട് ഇങ്ങനെ ഒരു ദൂരെ കീഴെ കൊതിക്കും, അതങ്ങ് പോയി. അതങ്ങ് ഭയങ്കര ദൂരെ പോയി, കുറച്ച് കറങ്ങിയപ്പോഴത്തേക്ക് എവിടെ അവന്റെ ഭയങ്കര ദൂരെയായി പോയി അത്. നിങ്ങൾ പാടുന്ന എന്താണ്? ദൂരെ കിഴക്കു ദിക്കിനാണോ അതോ കിഴക്കുതിക്കുവാണോ പാടുന്നത്? കിൻ കിൻ കിന്നോ? ദൂരെ കിഴക്കുതിക്കിൻ. ഇരിക്കിൻ, ദൂരെ കിഴക്കുതിക്കിൻ. കിഴക്ക് ദിക്കിന്റെ ആ. അല്ലേ? അപ്പൊ അത് ഇപ്പൊ ഇത് കറക്റ്റ് ചെയ്യേണ്ടതാ. പിന്നെ ഈ എന്താണ് തെക്കൻ? തെക്കൻ പുകല നന്നായി. അതെന്താണത്? ഏത് ലാംഗ്വേജ് ആണ്? മലയാളമാണോ? തെക്കൻ പുകല നന്നായി, അതെന്താണത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. തെക്കൻ പുകല നന്നായി. ആ എന്താണ് ലിറിക്ക്? എന്താണ്? പറ. തെക്കൻ പുകല പൂക്കിലോ? നന്നായി ആ ഞാൻ വെട്ടിയരിഞ്ഞു വെച്ചേ. വെട്ടി അരിഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് എന്താണത്? എന്താണ്? എനിക്കത് മനസ്സിലായില്ല. ഞാനതുകൊണ്ട് അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടേക്കുന്നത്. തെക്കൻ തെക്കൻ പുകല പുകല പുകല. പുകയിൽ. ഒരു മിനിറ്റ്, ഞാൻ ഷിബു ചക്രവർത്തി വിളിച്ച് ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ബാക്ക് ടു ദ ഗെയിം. യെസ്. യാ. അപ്പം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ചക്രവർത്തി അണ്ണാച്ചിയെ വിളിച്ച് സംസാരിച്ചു. തെക്കൻ പുകല. പുകല. ആ ഈ പുകയില അല്ല യഥാർത്ഥത്തിൽ, പുകലയാണ് കേട്ടോ. ഈ എഴുതിയ ആൾ തന്നെ പറഞ്ഞതാണ്. തെക്കൻ പുകല നന്നായി. അതൊന്നും മനസ്സിലായില്ല. പറയൂ പറയൂ. തെക്കൻ പുകല നന്നായി ആ നന്നായി. ഞാൻ വെട്ടിയരിഞ്ഞു വെച്ചേ. എന്തിന്? അതവിടെ നിന്നോളത്തില്ലായിരുന്നു. വെറുതെ ഒരു രസം. പറയൂ ചക്ക, നീ സർ. പറയൂ. നിൻ മൃദുമേനി അതെന്തോന്ന് പാടി നീ? പറയൂ നീ മൃദുമേനി. പുതിയ ട്യൂണോ? പറയൂ നീ മൃദുമേനി എന്തു പകരം തരും. അല്ല അമ്മേ, അന്തപ്പെട്ട പറച്ചിലായി പോടാ. എന്തു പകരം തരും. ആ അതൊക്കെ അത് നന്നാവണം ഓക്കെ സർ. കേട്ടോ. പിന്നെ ചരണം നീയല്ലേ നമ്മുടെ ആ ചക്ര? നീ ആ ലയം എന്ന് പറയുന്ന കണ്ണിൽ. താള ആ ലയത്തിനുള്ളിൽ വേണം. ഓക്കെ സർ. അതൊന്ന് നോക്കിക്കൊള്ളണം. പിന്നെ അത് അരികിൽ അതൊന്ന് പാടി കേൾപ്പിക്കാമോ? അരികിൽ വന്നെന്നെ. അതൊന്ന് നല്ലതായിട്ട് പാട്. ആ MG എന്റെ കൊങ്ങായിക്ക് പിടിക്കുക. അല്ലെങ്കിൽ അരികിൽ വന്നെന്നെ. അത് ശ്രുതി ചേർത്ത് വരട്ടെ, അത് ഷാർപ്പാവാണ്ട് പാടൂ. അരികിൽ വന്നെന്നെ എന്നെ കറക്റ്റ് ചെയ്യൂ. അരികിൽ വന്നെന്നെ. ആ എന്നെ പറയുമ്പോ ഷാർപ്പാവണടാ, അതുകൊണ്ട് ഞാൻ പാടാൻ പറയുന്നു. ഒന്നുകൂടെ പാടും. അരികിൽ വന്നെന്നെ. എതിരേൽക്കും. ആ പറയൂ, പാടൂ. അരികിൽ വന്നെതിരേറ്റു നീ. ഗുഡ് ഗുഡ് ഗുഡ്. ഇതൊക്കെ നോക്കണം, ഇതൊക്കെ ശ്രദ്ധ വേണം കേട്ടോ. ഓക്കെ സർ. അത് പ്രത്യേകിച്ച് എൻ്റെ പാട്ടാണെങ്കിലും ഞാൻ ക്ഷമിക്കും. എൻ്റെ അമ്മായച്ചൻ്റെ പാട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എനിക്ക് തിരിച്ച് വീട്ടിൽ കയറാനുള്ളതാണ്. എന്തൊക്കെയാ ശരത്തേടാ അവിടുന്ന് പറയുന്നത്? മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ ക്ലിപ്പിടും. അത് വേണ്ട, എനിക്ക് പേടിയാ. എന്നാലും നന്നായിട്ട് രണ്ടുപേരും കൊള്ളാം. പക്ഷേ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ കുറച്ചും കൂടെ പക്കാവണം. ഈ പെർഫോമൻസ് ആക്ടൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, രസമായിരുന്നു. ഇനി മേലെ ഇവനെ പിടിച്ച് കറക്കി അവൻ്റെ സ്റ്റാമിന കളയായിരുന്നു. മനസ്സിലായല്ലോ? ഓൾ ദി ബെസ്റ്റ്. നിന്നെ കാണാൻ നല്ല ചന്തമുണ്ടാ. അതുപോലെ തന്നെ ചക്രയും കാണാൻ. ആ വാഴയിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാം നല്ലതാ. വെരി നൈസ്. താങ്ക് യു സർ. സർ അതിന്റെ ഇടയില് ഇപ്പൊ സർ ചോദിച്ച വരിയില്ലേ, അത് വരി ഉണ്ടാക്കിയോ അതിന്റെ ഇടയില്? ആണോ? ഇവനോ? ഒരു വരി മാറി പാടി, ഉണ്ടാക്കി പാടി. വന്നെന്നെ എതിരേറ്റു നീ. അല്ല, അതിന് തെക്കേ തൊടിക്കരികിലിന് പകരം വേറെന്തോ പാടിയത്. എന്താ അത് പാടിയത്? എന്താ പാടിയത് പറയാതെ? അവിടെ വേറെന്തോ സംഭവം ഉണ്ടാക്കിയത്. പക്ഷെ അത് കൊള്ളാം കേട്ടോ, നല്ലതാ. അറിഞ്ഞില്ല. ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഒരു പാലക്കാട് സൈഡിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രകാശുള്ളേരി ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ പാടാൻ കൃപ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള അമൃതയിലെ ഒരു കൊച്ചു ഡോക്ടറാണ്. കൃപ വന്നു പാടാൻ കയറി. ഞാൻ രാവിൽ വീണാനാഥം പോലെ
അപ്പോൾ എല്ലാം ഞാൻ ബുക്ക് എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ മസിൽ മെമ്മറിയിൽ നിന്നാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കയറി എൻ്റെ ഈ ആവണി മാസമായി കായൽ തിരകൾ ഇളകി ആർത്ത് നിന്നും ചരിവ് പൂ അണിഞ്ഞു പോയി എന്ന് പാടിക്കഴിഞ്ഞിട്ട് ഇത് തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ബുക്ക് സ്റ്റാൻഡില്ലേ എന്ന് ചോദിച്ചു. നോട്ട് സ്റ്റാൻഡ് ഇല്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോട്ടേ ഇല്ല, പിന്നെ എന്തോന്ന് സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ബുക്ക് മുടക്കി കക്ഷത്തി വെച്ചത് അത് വരി മറന്നു പോയിട്ട് അവളങ്ങ് എഴുതാൻ തുടങ്ങി സ്വന്തമായിട്ട്. കണ്ണാടി ചെപ്പിനുള്ളിൽ മീൻ വീണ് ചത്തത് അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഇവള് കറക്റ്റായിട്ട് പാടിയാലും എനിക്കത് അടുത്ത കണക്ഷൻ കിട്ടത്തുള്ളൂ. ഞാനിങ്ങനെ തിരിഞ്ഞു ഭയങ്കര കോൺഫിഡൻസ് ആ പെങ്കൊച്ചിന്. അത് നിന്നങ്ങ് അലക്കുക. ഞാൻ കറക്റ്റായിട്ട് അരികെന്നങ്ങാണ്ട് പാടി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ നിമിഷ കവിയൊന്നുമല്ല എഴുതാൻ രക്ഷപ്പെട്ടു. ഞാൻ പേടിച്ചു പോയി ആ സമയത്ത്. അത് അതിനെ കുറിച്ച് പറയാൻ പറ്റും. താങ്ക് യു. ഒരാളെങ്കിലും എനിക്ക് സപ്പോർട്ടുള്ളത്. സാർ പേടിക്കരുത്. സാർ പേടിക്കരുത് സാർ. താങ്ക് യു. നിന്നെയൊക്കെ തന്നെ ഉള്ള എനിക്ക് പേടി, വേറെ ആരാ എനിക്ക് പേടി? അങ്ങനെ പറയാം. അല്ല, ഞാനിത് ഈ സമയത്തൊന്ന് പറഞ്ഞൊന്നുമില്ല. പാർവതി ക്ഷമിക്കണം. നന്ദി, അല്ല നമസ്കാരം. സാറ് നന്ദി പറഞ്ഞ, പക്ഷെ അവൻ എന്താ പാടിയെന്ന് അവനോട് ചോദിക്കും. എടാ നീ എന്താ പാടിയത്? ശരിയാണ്, നീ എന്താ പാടിയേ? എനിക്കറിയില്ല സാർ. അമ്പട കള്ള. ചേച്ചിക്ക് ഓർമ്മയുണ്ടാ? ഞാൻ നോക്കുമ്പോ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു വരി. ഭയങ്കര കോൺഫിഡൻസോടെ അതും അവളെ നോക്കി പാടാണ്. ദേവികനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി പാടാ. എന്തോ അപ്പുറത്തിപ്പുറത്തൊക്കെ മാറി. എന്നെ അരികിൽ വരൂ നീ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാടിയത്. താളവും കുഴപ്പമായിരുന്നു, ഞാൻ അതേ നോക്കിയുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഷാനിക്ക. കുട്ടികളെ, സർ. സാർ അക്ഷയ്, ദേവിക നന്നായിരുന്നു. കോറസ് അടിപൊളിയാണ്. എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിനോട് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. ഒന്നാമത് ഇപ്പൊ ഈ ഒരു പാട്ടിന്റെ ആ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഓപ്പണാണ്. ആ ഒരു ഗ്രാസ് ഫീൽഡും പിന്നെ ഇപ്പൊ ലാലേട്ടനാണെങ്കിലും രഞ്ജിനി മാം ആണെങ്കിലും ഒരു റെയിൻബോ ഇതൊക്കെ ഇട്ടിട്ട് ഓപ്പണാണ്. ഭയങ്കര ഓപ്പണാണ്. അപ്പൊ ഇത് ഇപ്പൊ നെർവസ്നെസ് ആണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങളുടെ ഇത് കുറച്ചുകൂടെ ഒന്ന് പിടിച്ചിട്ടാണ് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഓപ്പൺ ആവാന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആ വിഷ്വൽ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു പാട്ടും വിഷ്വലും ഒക്കെയാണല്ലോ. പിന്നെ അത് കൂടാതെ ഇത് പാടിയിരിക്കുന്ന 2 പേരെന്ന് പറയുന്നത്, ഒന്ന് ശ്രീകുട്ടൻ ചേട്ടൻ, ഒന്ന് സുജാത മാം. എക്സ്പ്രഷൻസ് വാരി വെതറി ഒഴുക്കുന്ന 2 പേരാണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ കുറച്ചുകൂടെ ആവാം എന്ന് തോന്നി. അത് എനിക്കൊന്ന് ബേസിക്കലി ആ ഒരു ഓപ്പൺനെസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ദൂരെ കിഴക്കുതിക്കും ആണോ ദൂരെ കിഴക്കു ദിക്കിൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പാട്ട് കൂടിയാണിത്. അപ്പം ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള. പിന്നെ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയണ്ട. ചിത്രം എന്ന് പറയുന്നത് ഒരു വൻ സിനിമയാണ്. ദേവിക കണ്ടിട്ടില്ല എന്നറിയാം, സാറിലെ പോട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ഒരു ചിത്രമാണ് കണ്ടത്, ആ ഫിലിമല്ല. കാണണം കേട്ടോ, ഈ സിനിമകളൊക്കെ കാണണം, ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഭയങ്കര മ്യൂസിക്കലി ഡ്രിവൺ മൂവീസ് ആണ് ഇതൊക്കെ. ക്ലൈമാക്സ് ഒക്കെ പിന്നെ കരയായിരുന്നു. പിന്നെ കരയുകയായിരുന്നു ഒക്കെ കാണണം കേട്ടോ. പിന്നെ അതുപോലെ ഓർക്കസ്ട്ര നിങ്ങളങ്ങ് കൊണ്ടുപോയി, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കോറസ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, നിങ്ങൾ പൊളിച്ചടി, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് പിന്നെ ദേവിക പാടുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആവാം ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഞാനിന്ന് എടുത്തു വെച്ചേ എന്ന് പറയുന്നത് അത് അവിടെ ഗെയിൻ ഇല്ല, കുറച്ചുകൂടെ ഗെയിൻ ആവാമായിരുന്നു. അതാണ് ബേസിക്കലി ഓപ്പൺനെസ് കുറച്ചുകൂടെ ആവാം എന്നുള്ളതാണ്. അതാണ് ഈ പാട്ടിന്റെ ഒരു ക്യാരക്ടർ. ആ ഒരു ഓപ്പൺ ഫീൽഡ്, ആ ഒരു ഗ്രാസ്, ഈ കുറെ റെയിൻബോ, കുറെ കളേഴ്സ് ആണല്ലോ, കുറെ ഡാൻസേഴ്സ്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് കുറച്ചായിട്ടൊന്ന് ഒതുങ്ങി, അത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് അക്ഷയുടെ മാർക്ക്. ഓക്കെ, ശരത് സർ. അക്ഷയ് 8.5 മാർക്സ്. താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ഷാനിക്ക. അക്ഷയ്
8.5. താങ്ക് യു ഷാനിക്ക. താങ്ക് യു ഷാനിക്ക. ചേച്ചി എഴുതിയിട്ടിട്ടുണ്ട്. ആ ഓക്കെ. താങ്ക് യു ചേച്ചി. അപ്പൊ സോ ടോട്ടൽ 17. Thank you. ഓക്കെ, ഇനി നമുക്ക് ദേവികയുടെ മാർക്ക്. ശരത് സാർ. ദേവിക 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ദേവിക സർ 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി രണ്ടുപേരുടെ മാർക്കും ഭദ്രമായി എഴുതി ഗാനക്കുടത്തിലേക്ക് ഇതാ. കുപ്പിയിലിട്ടു. താങ്ക് യു ചേച്ചി. ഓക്കെ. നിങ്ങളുടെ കോറസ് നന്നായിരുന്നു, നൈസ്. അതിലെ പല്ലവിയിലെ 4ാമത്തെ ഫ്രേസ് ഒന്ന് കറക്റ്റ് ചെയ്യായിരുന്നു. എനിക്ക് അത് തോന്നുന്നു. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ദേവികയുടെ ടോട്ടൽ 17.1, അക്ഷയുടെ ടോട്ടൽ 17. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.